മോർണിംഗ് രോഹിത്. ഗുഡ് മോർണിംഗ് രോഹിത്. ധന്യ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നത്തെ കൊങ്ങി നാളത്തെ സംഖി, ചുവപ്പ് നിറച്ച് കാവ്യാവും. ഇങ്ങനെ കേരളത്തിലെ കമ്മികളും കൊങ്ങികളും പരസ്പരം കുറേ നാളുകളായി ഇത് പറഞ്ഞു പരത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലായിട്ട് പ്രമുഖനായ ഒരു കോൺഗ്രസ് എം പി BJP-യിലേക്കെന്നും ആ MP ശശി തരൂരാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് രോഹിത്? ശശി തരൂർ BJP-യിലേക്ക് പോകും എന്ന് കാലാകാലങ്ങളായി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ശശി തരൂർ BJP-യിലേക്ക് പോകാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, കേരളത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് BJP ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത 2 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടന്നത്. ശശി തരൂരിനെ BJP-യിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം അതിലുണ്ടായിരുന്നെങ്കിൽ BJP അങ്ങനെ ഒരു വലിയ ഫൈറ്റിന് തയ്യാറാകില്ലായിരുന്നു. മനസ്സിലാക്കണം, ശശി തരൂരിന് എന്തുകൊണ്ടാണ് കുറേ കാലങ്ങളായി കുറേ പേരുകൾ, കുറേ അധികം കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുകൾ ഇങ്ങനെ കേട്ട് മുന്നോട്ട് പോയിക്കാണ്. EP ജയരാജൻ ചോദിച്ചൊരു ചോദ്യമാണ്. EP ജയരാജൻ BJP ബാന്ധവത്തിൻ്റെ പേരിലാണ് BP ജയരാജൻ ഇപ്പോൾ LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടത്. EP ജയരാജൻ ചോദിച്ചൊരു ചോദ്യമാണ്, എനിക്കെന്താ വേറെ പണിയില്ലേ? കാര്യം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ LDF-ൻ്റെ കൺവീനറായിട്ടിരിക്കുന്ന ഈ BP ജയരാജന് BJP പോയിട്ട് കേരളത്തിൽ എന്ത് കിട്ടാനാണ് എന്ന ചോദ്യമാണ് EP ജയരാജൻ അവിടെ വീണ്ടും ചോദിച്ചത്. അതൊരു വലിയ ചോദ്യമാണ്. ശശി തരൂർ നിലവിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ MP ആണ്. 15 വർഷമായി അദ്ദേഹം 3 തവണകളായി തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രദാനം ചെയ്യുന്നു. ഒരുപക്ഷെ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുവാനുള്ള സാധ്യത കുറവായിരിക്കാം. പക്ഷേ ആ സാധ്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഒരു വലിയ തേരോട്ടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അടുത്ത തവണ രാജ്യം പിടിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തോടെ ആ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ശശി തരൂരിനെ പോലെ ലോകപരിചയമുള്ള, ഇത്രത്തോളം വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു മനുഷ്യൻ BJP-യിലേക്ക് പോകും. കാരണം കേരളത്തിൽ BJP ഇപ്പോഴും പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർ ഓടിക്കളിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ആ അവസ്ഥയിലേക്ക് എത്താതെ ഈ പറയപ്പെടുന്ന ശശി തരൂർ എന്ന് പറയുന്ന മനുഷ്യൻ BJP-യിലേക്ക് പോകും എന്ന് പറയുന്നതിനെ ബാലിശമായ ഒരു പറച്ചിലായിട്ടേ എനിക്ക് തോന്നുള്ളൂ. അല്ലേ തന്നെ? ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം രോഹിത്തെ, ഇപ്പോൾ കോൺഗ്രസുമായി അത്ര നല്ല അടുപ്പത്തിലല്ല ശശി തരൂർ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതായത് ഒരു വർഷമായി രാഹുൽ ഗാന്ധിയെ കാണാനുള്ള ഒരു അപ്പോയിന്റ്മെന്റിനായി ഓടി നടക്കുകയാണ് തരൂരിനെ പോലെ വലിയ രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെ രാഹുൽ ഗാന്ധിയെ കാണണമെങ്കിൽ പോലും ഒരു വർഷത്തെ അപ്പോയിന്റ്മെന്റിനായി ഓടി നടക്കുന്നു. ഈ ചരട് വരികളെല്ലാം നടത്തുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. മാത്രമല്ല KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ കേരളത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലായാലും വലിയ രീതിയിൽ മുന്നിലെത്തിക്കാൻ KCയുടെ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ ശശി തരൂർ ഈ 3 തവണ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് ശശി തരൂർ നിന്നത് കോൺഗ്രസിനപ്പുറം ശശി തരൂർ വ്യക്തിപ്രഭാവമുണ്ട്. ആ വ്യക്തിപ്രഭാവം ജനങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ ശശി തരൂർ വിജയിച്ചു വന്നത്. അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ശശി തരൂർ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. അല്ല, ഈ ശശി തരൂരിനെ ഈ കാണുന്ന ശശി തരൂർ MP ആക്കിയത്, ജനകീയനായ MP ആക്കിയത്, വ്യക്തിപ്രഭാവം ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. ഇത് ശശി തരൂരിന് മറക്കാൻ സാധിക്കില്ല. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത്, കോൺഗ്രസ് നേതൃത്വത്തിനോട് ശശി തരൂരിനോട് എതിർപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന പോയിന്റ് ആയിരിക്കും തന്നെ മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ ഗാന്ധി അല്ല കോൺഗ്രസ് എന്നുള്ള ഉത്തമ ബോധ്യം ഒരുപക്ഷെ ശശി തരൂർ. പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി അല്ലേ? ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ. മാത്രമല്ല ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പദവി അവരെ വലിയ രീതിയിൽ അവർ കാണുന്ന ഒരു സാധനമാണ് പദവി എന്ന് പറയുന്നത്. പാർട്ടിയെ വളർത്തുക എന്നതിനപ്പുറം പദവിയിലാണ് പല നേതാക്കളും കണ്ണുവച്ചിരിക്കുന്നത്. അത് കിട്ടാതെ വരുമ്പോഴാണ് പലരും ഇപ്പോ BJP-യിലേക്ക്. കാരണം BJP ഒരു സ്ഥാനം ഓഫർ ചെയ്യുന്നു, അത് കൊടുക്കുന്നു, പിന്നീട് ആ സ്ഥാനം എന്തായി എന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ പിന്നീട് അവർ ആ സ്ഥാനത്ത് ഉണ്ടാവണമെന്നില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിയായ ശശി തരൂരിന് BJP എന്ത് സ്ഥാനമാണ് കൊടുക്കാൻ പറ്റുക? BJP സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോഴത്തെ MP സ്ഥാനം BJP-യിലേക്ക് ശശി തരൂർ വരികയാണെങ്കിൽ അത് രാജിവെച്ച് ശശി തരൂരിന് സംസ്ഥാന രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ദേശീയ രാഷ്ട്രീയത്തോടാണ് താല്പര്യം.
അപ്പോൾ അത്തരത്തിൽ ശശി തരൂർ മാറുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ വീണ്ടും തിരുവനന്തപുരത്ത് നിർത്തി വളരെ കുറച്ച് വോട്ടിന് വ്യത്യാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനത്തേക്ക് മാറിയത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ആ സ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് വീണ്ടും കേരളം പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് BJP ലക്ഷ്യം കാണുന്നു. BJPയിലേക്ക് പോയ നേതാക്കന്മാരുടെ സുരേഷ് ഗോപി BJPക്ക് വേണ്ടി 10-15 വർഷം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉയർപ്പൊഴുക്കി അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തൊരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. അദ്ദേഹം അതിനകത്ത് ഇറിട്ടേറ്റ് എന്തല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാനസികമായി അതിൽ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് രാജിവെക്കാൻ തയ്യാറാണെന്നും സിനിമയാണ് വലുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയിലേക്ക് സുരേഷ് ഗോപി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മലയാളികൾക്ക് മുന്നിലേക്കാണ് അദ്ദേഹത്തെ വെറും ഒരു കേന്ദ്ര സഹമന്ത്രിയാക്കിയ വലിയ കാര്യമാണ്. ആകെ ഒരു MP ഉള്ളൂ. പക്ഷേ കേരളം പിടിക്കുമെന്ന ലക്ഷ്യത്തിൽ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും സുരേഷ് ഗോപിക്ക് അർഹമായ ഒരു സ്ഥാനം അവിടെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വാസ്തവം തന്നെയാണ്. പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തവണ ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി വിജയിക്കുവാൻ ഒരു 5% പത്മജ തന്നെയാണ്. അവിടെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയി. ഞാനൊക്കെ വിചാരിച്ചത്, ഞാനിത് പത്മജ വേണുഗോപാലിന്റെ ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ക്യാമറ ഓഫ് ചെയ്ത് ചോദിച്ചാണ്, ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു വനിതാ മന്ത്രിയെ കാണാൻ സാധിക്കുമോ എന്നുള്ളത്. അവരില്ല, അങ്ങനെ ഒരു സംസാരം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ പത്മജ വേണുഗോപാലിന് എന്ത് സ്ഥാനമാണ് BJP കൊടുത്തിട്ടുള്ളത്? അത്തരത്തിൽ എത്രയോ നേതാക്കന്മാർ, നോക്കൂ, കുറേ സിനിമാക്കാരെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. ഇവരുടെയൊക്കെ അവസ്ഥ എന്താ? ഇവരൊക്കെ പിന്നീട് പല പാർട്ടികളിലേക്ക് പോയി മിണ്ടാതായി നശിച്ചു പോയി. PC ജോർജ് നോക്കൂ, ഒറ്റയ്ക്ക് പൊരുതി 3 മുന്നണികളോടും ഒറ്റയ്ക്ക് പൊരുതി പൂഞ്ഞാറിൽ വിജയിച്ചിട്ടുള്ള നേതാവാണ് PC ജോർജ്. ആ PC ജോർജിന്റെ ജനപക്ഷം NDA മുന്നണിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ജനപക്ഷം പിരിച്ചുവിട്ട് BJPയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ ഒരു സീറ്റ് പോലും കൊടുക്കാതെ. PC ജോർജ് നാക്കിന് എല്ലില്ലാത്ത ആളാണ്. അവിടെ ആന്റണിയുടെ മകനെ കൊണ്ടുപോയി അതിന്റെ ആവശ്യകത എന്താണെന്ന് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നു. ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് K. സുരേന്ദ്രന്റെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ K. സുരേന്ദ്രനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ PC ജോർജിനെ പോലെ ഒരാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങളൊന്നും കാണാത്തൊരു പോയിന്റ് അവിടെയുണ്ട്. അത് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ്. ഭാവിയുള്ള വളർന്നു വരുന്ന ഒരു നേതാവാണ് ഷോൺ. PC ജോർജ് പാർട്ടിയിലേക്ക് വന്നാൽ, ഞങ്ങളുടെ അനുഭാവിയായി നിന്നാൽ ഓട്ടോമാറ്റിക്കലി ഷോണും ഞങ്ങളുടെ പാർട്ടിക്കാരാവും. ആ ഷോണിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉയർത്തി കാട്ടാൻ പറ്റുന്ന ഒരു നേതാവായി ഷോൺ മാറും. എടാ, PCക്ക് നാക്കിന് എല്ലില്ലായിരിക്കും, എന്തുകൊണ്ട് ഷോണിനൊരു സീറ്റ് കൊടുത്തില്ല പത്തനംതിട്ടയിൽ? ഈ പറയപ്പെടുന്ന AK ആന്റണിയുടെ മകൻ എന്ന് പറയുന്ന അനിൽ ആന്റണി, അതായത് സംസാരിക്കാൻ പോലും അറിയാത്ത ആ പൊട്ടനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ഷോൺ ജോർജ്. മാന്യമായി സംസാരിക്കാൻ അറിയാവുന്ന, ജില്ലാ പഞ്ചായത്തിൽ കൃത്യമായി അവലോകനം ചെയ്യാൻ അറിയാവുന്ന, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന നല്ല തന്റേടമുള്ള ഒരു ചെറുപ്പക്കാരൻ, ജനപ്രതിനിധിയാണ്. വോട്ടിട്ട് വിജയിപ്പിച്ച് ജനപ്രതിനിധിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്ന ഷോണിന് ഒരു സീറ്റ് കൊടുക്കാൻ BJP കൊടുത്തില്ല. അവർക്കാണോ ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അവർ നോക്കുന്നത് ശശി തരൂരിനെ പോലെ അത്യാവശ്യം മുഖമുള്ള ഒരു, അതായത് കോൺഗ്രസിൽ അത്യാവശ്യം മുഖമുള്ള ഒരാളാണ് ശശി തരൂർ. ഒരു വ്യക്തി പ്രഭാവവും ശശി തരൂരിനുണ്ട്. ശശി തരൂർ വരുമ്പോൾ സ്വാഭാവികമായും ഒരു പദവി ശശി തരൂരിന് കൊടുത്ത് ഒരിടത്ത് ഇരുത്തി കഴിഞ്ഞാൽ തരൂരിനെ സംബന്ധിച്ച് പദവി കിട്ടുന്നില്ല എന്നുള്ളതാണ് തരൂരിനെ കോൺഗ്രസിൽ നിന്ന് അകറ്റുന്ന കാര്യം. ഇപ്പൊ എല്ലാ നേതാക്കളിന്മാരിൽ നിന്ന് തരൂർ അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. ആ വാർത്തയിൽ വാസ്തവമുണ്ട് എങ്കിൽ, പക്ഷെ തരൂർ ഇതുവരെ ഇത് പ്രതികരിക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഇതിൽ വാസ്തവം എന്താണ് എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ശ്രീലാപിള്ള എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക ഈ വിവരം പുറത്ത് വിട്ടതാണ്. ആരോടൊക്കെ ശശി തരൂർ സംസാരിച്ചു, BJPയുമായുള്ള ബന്ധം എങ്ങനെയാണ് വളരാൻ തുടങ്ങിയത്, എന്താണ് സംഭവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് കുറെ നാൾ ആ ഒരു ചർച്ച ഉണ്ടായിരുന്നു, തരൂർ BJPയിലേക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ പിന്നീട് ഇത് അനങ്ങാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ രോഹിത് ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തെങ്കിലും ഒരു സംസാരം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സുരേന്ദ്രൻ ഡൽഹിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്, നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. അപ്പൊ ഈ ചർച്ചയ്ക്കൊടുവിൽ തരൂരിനെ അവിടെ സ്ഥാനം കൊടുത്തുകൊണ്ട്, തരൂരിനെ അവിടെ കൊണ്ടിരുത്തിക്കൊണ്ട് BJP കുറച്ചുകൂടി, എനിക്ക് തരൂർ വന്നെന്നും പറഞ്ഞ് BJP കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നില്ല. Aയും Bയും Cയും Dയും എല്ലാം താളം തെറ്റി, പ്ലാന് മൊത്തവും പൊളിഞ്ഞു കിടക്കുകയാണ്. ആകെ കൂടെ സുരേഷ് ഗോപിയുടെ ഒരു നല്ല മനസ്സ്, അത് മാത്രം കൊണ്ടാണ് തൃശ്ശൂരിൽ 77,000 മുകളിൽ വോട്ട് നേടി സുരേഷ് ഗോപി ജയിച്ചത്. അല്ലാതെ BJPയും K. സുരേന്ദ്രനും ഒന്നും ഇവിടെ വലിയ പണിയെടുത്തു എന്ന് കേരളത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. കേരളത്തിന് പുറത്ത് BJP പണിയെടുക്കുന്നുണ്ട്, അതിന്റെ ഫലം അവർക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷെ കേരളത്തിൽ BJP അത്തരത്തിലൊരു പണിയെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രോഹിത് ഒരു കാര്യം ചോദിച്ചിട്ട്, രോഹിത് പറഞ്ഞു കോൺഗ്രസ് ആണ് ശശി തരൂരിന് ഈ ഒരു മുഖം, ജനപ്രിയ മുഖം കൊടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ ഈ കോൺഗ്രസ് തന്നെ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂരിനെ തോൽപ്പിക്കാനായി അണിയറ നീക്കങ്ങൾ നടത്തി. അങ്ങനെ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശശി തരൂർ അവിടെ തോറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൈക്കും തൂക്കി പറഞ്ഞ ഇവിടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 5-6 ദിവസം നടന്ന ആളാണ്. അവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് അനുഭാവികളായ ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്, വിശ്വപൗരൻ എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന ശശി തരൂരിന്
ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു. അത് തിരുവനന്തപുരത്ത് എന്ത് വികസന പ്രവർത്തനമാണ് എം പി എന്ന നിലയിൽ ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിലല്ല ഞാൻ ചോദിക്കുന്നതല്ല, എന്ത് വികസന പ്രവർത്തനമാണ് ശശി തരൂർ? എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരൊറ്റ പിണറായി വിജയന്റെ ഒരു വാചകത്തെ ഞാൻ അവിടെ കൂട്ടുകയാണ്. ജലം കടലിൽ കിടക്കുമ്പോഴാണ് തിരയടിക്കുന്നത്, അത് കോരി ബക്കറ്റിൽ വെച്ചാൽ അതിൽ തിരി ഉണ്ടാകില്ല. ശശി തരൂർ കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ മാത്രമാണ് ശശി തരൂരിനോട് വിജയിക്കാൻ കഴിയുന്നത്. ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോയാലോ സ്വതന്ത്രമായി പി.സി. ജോർജിന് സാധിച്ചത് പോലും ശശി തരൂരിന് ഒരു പക്ഷേ അവിടെ സാധിക്കില്ല. കാരണം അദ്ദേഹം ശശി തരൂർ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. ഇല്ല, എന്ത് വികസന പ്രവർത്തനമാണ്? നോക്കൂ, പിന്നെ ഈ പറയപ്പെടുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം കാലുവായ ആളാണ് ശശി തരൂർ. ആ ജനങ്ങളെ തന്നെ പറ്റിച്ചു. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രതീക്ഷ അർപ്പിച്ച ശശി തരൂരാണ്. പിന്നീട് നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം, പൂവാറ് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ശശി തരൂരിനെ അറിഞ്ഞു പ്രാകുന്ന അമ്മമാരെ, മത്സ്യത്തൊഴിലാളികളെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഒരു തരത്തിലും അവർക്കൊരു നേട്ടം ശശി തരൂരിൽ നിന്നുണ്ടായി. അങ്ങനെയായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണ്ടേ? അതാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി പോയി. രാജീവ് ചന്ദ്രശേഖർ വളരെ കുറഞ്ഞ വോട്ടിനാണ് അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് വന്നത്. യാഥാർത്ഥ്യം തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖല കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. അത് കോൺഗ്രസിനോടൊപ്പമാണ്, ശശി തരൂരിനോടൊപ്പമല്ല. അത് ശരിയാണ്. ഇലക്ഷൻ സമയത്ത് ഞാൻ അവിടെ തീരദേശത്ത് പോയപ്പോൾ അവർ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് ശശി തരൂരിനല്ല, ഏത് പൊട്ടനെ നിർത്തിയാലും അവിടെ തിരുവനന്തപുരത്ത് ജയിക്കാം. കോൺഗ്രസ് ആണ് നിർത്തുന്നതെങ്കിൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിലാണെങ്കിൽ ജയിച്ചു. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. കോൺഗ്രസ് എന്നാൽ രാഹുൽ ഗാന്ധി അല്ല, കോൺഗ്രസ് എന്നാൽ ഇന്ത്യയാണ് കോൺഗ്രസ്. ഇന്ത്യയുടെ ചരിത്രം എഴുതണമെങ്കിൽ അത് കോൺഗ്രസിന്റെ ചരിത്രം എഴുതണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ശശി തരൂർ, ഞാൻ പറഞ്ഞല്ലോ, ശശി തരൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ജയിക്കുന്നത്. തീരദേശ മേഖലയിൽ നോക്കൂ, തീരദേശ മേഖലയിൽ എം.എൽ.എമാരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ശശി തരൂരിന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാൻ സാധിക്കുന്നത്. ഇത്തവണ ഈ പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരോട് മത്സരിക്കുമ്പോൾ തീരദേശ മേഖല കൊണ്ട് മാത്രമാണ് ശശി തരൂരിനോട് വിജയിച്ചത്. അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാ. നോക്കൂ, അദ്ദേഹം തള്ളിത്തോപ്പിച്ചൊരു സാധനമാണ്. ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അദാനിയോട് ഞാൻ പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കണം. പുള്ളിയാണ് പറഞ്ഞതെന്നാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് ഈ വിഴിഞ്ഞം പ്രശ്നത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഈ പറയപ്പെടുന്ന ആളെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഭയങ്കര ഫൈറ്റ് നടത്തി. അവസാനം തീരദേശ മേഖല എണ്ണി തീർന്നപ്പോഴാണ് ശശി തരൂരിനോട് വിജയിക്കാൻ സാധിച്ചത്. അല്ല, അതിന് വേറൊരു പോയിന്റ് ഉണ്ട്. തുടക്കത്തിൽ എണ്ണി തുടങ്ങിയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നിലായിരുന്നു. തീരദേശ മേഖല എണ്ണി തുടങ്ങിയപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ താഴോട്ട് പോയത്. തീരദേശ മേഖല കോൺഗ്രസിനോടൊപ്പം നിൽക്കുള്ളൂ. അതിപ്പോ കോൺഗ്രസ് ആരെ നിർത്തിയാലും കോൺഗ്രസിനോടൊപ്പം തന്നെയാണ്. ബി.ജെ.പി പ്രവർത്തകര് അണിയറയിൽ അവിടെ വോട്ട് ചോദിച്ചത്, തീരദേശ മേഖലയിൽ വോട്ട് ചോദിച്ചത് ബി.ജെ.പിക്കാർക്ക് വേണ്ടിയിട്ടല്ല, പന്ന്യൻ രവീന്ദ്രൻ വോട്ട് ചെയ്യാൻ പറഞ്ഞ ആളുകളെ എനിക്കറിയാം. കാര്യം വേറെ കൊണ്ടല്ല, സ്വാഭാവികമായിട്ട് എന്തായാലും ഈ തീരദേശ മേഖലയുള്ള ഒരു ബി.ജെ.പിക്ക് വോട്ട് ചെയ്യില്ല. എന്നാൽ പിന്നെ കുറച്ച് വോട്ടുകൾ പുള്ളിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ അങ്ങനെയല്ല അദ്ദേഹം അവിടെ വർക്ക് ചെയ്തത്. പന്ന്യൻ രവീന്ദ്രൻ നല്ല സ്ഥാനാർത്ഥി, ഏറ്റവും ജനകീയനായ നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ബിരിയാടാക്കിയതിൽ എനിക്ക് എതിർപ്പാണ്. അത് വിൽക്കണമായിരുന്നു. CPI കാലാകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന പോലെ വിറ്റ് പെയ്ഡ് സീറ്റ് ആക്കി. ഇതിനു മുൻപ് പലരും കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് പത്മജ വേണുഗോപാൽ, പിന്നെ അതിനു മുന്നേ അബ്ദുള്ളക്കുട്ടി വഴിയാണ് ബി.ജെ.പിയിലെത്തി. ഇവരെല്ലാം ഈ റിപ്പോർട്ടുകളുണ്ട് ഇപ്പൊ ബി.ജെ.പിയിലേക്ക് എന്ന്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇല്ല, ഞാൻ ഒരിടത്തേക്കും ഇല്ല എന്ന് അവർ ഉറച്ചുറച്ച് പറഞ്ഞു. പക്ഷെ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ബി.ജെ.പിയിലേക്ക് പോയി എന്നൊരു വാർത്ത. അതുപോലെ ഒരു ദിവസം നേരം പുലരുമ്പോൾ ശശി തരൂർ ബി.ജെ.പിയിൽ എത്തി എന്ന വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരില്ല. ഇത് നടന്ന സംഭവങ്ങളാണ്. പത്മജ വേണുഗോപാൽ പറഞ്ഞ മറുപടി ഞാനങ്ങ് പറയാം. എന്നോട് ഈ പോയ കൂട്ടത്തിൽ ഒരാളോട് മാത്രമേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതിൽ പത്മജ വേണുഗോപാൽ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഞാൻ ഈ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ വലിയ രീതിയിൽ വാർത്തകൾ വരാൻ തുടങ്ങി. സൈബർ കോൺഗ്രസ്സുകാർ എല്ലാം ഇത് പത്മജയെ വിമർശിക്കാൻ തുടങ്ങി. അപ്പൊ ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, ഞാൻ ഒരു പാർട്ടിയിലേക്കും ഇല്ല എന്ന് പറഞ്ഞ് പോസ്റ്റ്. അന്ന് രാത്രിയിൽ സംഭവിച്ച ചില നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഏത് പാർട്ടിയിലേക്കാണ് പോകണമെന്ന് തീരുമാനിച്ചിരുന്നില്ല. കോൺഗ്രസിൽ ഞാൻ അസ്വസ്ഥയായിരുന്നു. സ്വാഭാവികമായി അന്ന് രാത്രിയിൽ എടുത്ത തീരുമാനമാണ് ബി.ജെ.പിയിലേക്ക് പോകാം എന്നുള്ളത്. അത് അവിടെ പോയത് ആരും അത് ബി.ജെ.പിക്കാരുടെ കഴിവുകൊണ്ടല്ല, ഈ കോൺഗ്രസ്സുകാരുടെ കഴിവുകേട് കൊണ്ടാണ്. ആരുടെ കഴിവുകേടോ കോൺഗ്രസിൽ അസ്വസ്ഥയായിരുന്നത് കൊണ്ട് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ പത്മജിക്ക് ബി.ജെ.പിയിലേക്ക് പോകേണ്ടി വന്നു. ശശി തരൂർ ഇപ്പോൾ അസ്വസ്ഥനാണ് എങ്കിൽ ബി.ജെ.പി വാതിൽ തുറന്നു കൊടുക്കുമെങ്കിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയം വിട്ടിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലോട്ടാണ് ശശി തരൂരിന്റെ നോട്ടമെങ്കിൽ 2 തവണ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ ഭരിക്കുന്നത്. എന്നാ പിന്നെ ഇനിയും കമ്മ്യൂണിസ്റ്റ് വരുമെന്നുള്ള ധൈര്യത്തിൽ ശശി തരൂരിന് നേരെ ഇടതുപക്ഷത്തേക്ക് അങ്ങനെയല്ല. നേരത്തെ പലപ്പോഴും മോദിയുടെ പല നയങ്ങളോടും ശശി തരൂർ അനുഭാവപൂർവ്വമായി
വ്യത്യസ്തമായി മോദി നല്ലത് പറഞ്ഞാൽ മോദി ആരായാലും അഭിനന്ദിക്കും. അപ്പോൾ കോൺഗ്രസിൽ ശശി തരൂർ ഒറ്റപ്പെട്ടിരുന്നു. നോക്കൂ, ഈ പറയപ്പെടുന്ന പത്മജ വേണുഗോപാലോ, ഈ പറയപ്പെടുന്ന അബ്ദുള്ള കുട്ടിയോ, ഈ പറയപ്പെടുന്ന ടോം മടക്കനോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ പേര് ശശി തരൂർ എന്നാണ്. ലോകം കണ്ട ആളാണ്. അദ്ദേഹത്തിന് അറിയാം എവിടെ നിൽക്കണം, എങ്ങനെ നിന്നാൽ ആള് കൂടെ അത് BJP പോകാൻ കൊള്ളാത്ത പാർട്ടി എന്നാണോ? അങ്ങനെ ശശി കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. CPM-കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല. കാരണം പണ്ട് ജനതാ പാർട്ടിയുടെ പിന്തുണയോടെ വിജയിച്ചു കയറിയ ഒരു MLA ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹം കാലഘട്ടം കഴിഞ്ഞപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി BJP-യുടെ ഏറ്റവും വലിയ എന്താ പറയുന്നത്, നരേന്ദ്രമോദി വരുമ്പോൾ അദ്ദേഹത്തിന്റെ നട്ടലിന് പൊതുവെ ഉള്ളൊരു വളവ് ഇച്ചിരി കൂടെ കുനിയും. അങ്ങനെ കുനിയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. നരേന്ദ്രമോദി വരുമ്പോൾ കണ്ടിട്ടുണ്ടോ? എയർപോർട്ടിൽ പോയി നിൽക്കുമ്പോൾ പൊതുവേ ഒരു ചെറിയൊരു കൂന് അദ്ദേഹത്തിന്റെ ശരീരപക്ഷം, അത് വാർദ്ധക്യം കൊണ്ടുണ്ടാകുന്നതാണ്. അത് ഇച്ചിരിയും കൂടി കുനിയും. പണ്ട് കാരണം ഇവരുടെ വേറെ അന്തർധാര ഉണ്ടെന്നാണ് സ്വാഭാവികമല്ലേ. MV ഗോവിന്ദന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം വന്നില്ലേ, മോഹൻ ഭഗത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പറയപ്പെടുന്ന കോൺഗ്രസ്, ഇവിടെ പെടുന്ന രാഹുൽ ഗാന്ധി ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഭാരത് ജോഡോ യാത്രയുമായിട്ട് സഞ്ചരിച്ചെന്തിനാ? വർഗീയതയില്ലാതെ ഒരു രാജ്യം, ഒരൊറ്റ രാജ്യം ചേർത്ത് പിടിക്കാനാ, സ്നേഹം വിതറാനാ. സ്നേഹം വിതറിക്കൊണ്ടാ മനുഷ്യ യാത്ര. അതിന്റെ പ്രയോജനം ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായി. നരേന്ദ്രമോദി കുഴപ്പക്കാരനാണെന്നോ നരേന്ദ്രമോദിയുടെ പാർട്ടി കുഴപ്പക്കാരനാണോ? കാരണം BJP ഇവിടെ ഭരിക്കുമ്പോൾ വർഗീയതകളില്ല. ഇല്ല, പണ്ട് കള്ളനെ താക്കോലേൽപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അതുപോലെയാണ് BJP ഭരിക്കുമ്പോൾ രാജ്യം വളരെ സമാധാനത്തിൽ പോകുന്നു. ഇവിടെ വികസനങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ വികസനങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങളുമായി നല്ല ബന്ധവും. കോൺഗ്രസിന് പറ്റിപ്പോകുന്ന എവിടെയാ? കോൺഗ്രസ് നാട്ടിൽ കിടക്കുന്ന സകല ചെറിയ ചെറിയ പാർട്ടികളെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു സഖ്യം ഉണ്ടാക്കും. ഇവന്മാർക്കെല്ലാം മന്ത്രിസ്ഥാനം കൊണ്ട് കൊടുക്കും. മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ ഇവന്മാർ അഴിമതി പിന്നെ പറയാൻ പറ്റും. കാരണം ഒരു സീറ്റിന്റെ 2 സീറ്റിന്റെ പിൻബലത്തിലായിരിക്കും ഭരിക്കുന്നത്. അപ്പൊ നാട് മൊത്തം അഴിമതി. നോക്കൂ, ഈ പിന്നെ മൻമോഹൻ സിംഗ് സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് വന്ന അഴിമതി കേസുകളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ എണ്ണം കുറവാ. കൂടുതൽ ഈ ഘടകകക്ഷി നേതാക്കന്മാർ നടത്തിയ ശതകോടികളുടെ അഴിമതിയാണ്. ശശി തരൂർ എന്ന് പറയുന്ന ലോകം അറിയാവുന്ന വിശ്വപൗരൻ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കില്ല. അത് എന്തിന്റെ പേരിൽ? അല്ലെങ്കിൽ ശശി തരൂരിന് വ്യക്തമായി അറിയാം, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ചവിട്ടുകൊട്ടയിലായിരിക്കും. എന്ത് പറഞ്ഞാലും ശശി തരൂരിന് ഒരു BJP മനസ്സുണ്ട് തന്നെയാണ്. ശശി തരൂരിന് BJP മനസ്സുണ്ട് എന്ന് പ്രീത ചേച്ചി പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം പലപ്പോഴും മോദിയുടെ നയങ്ങളെ പൊഴുത്തിക്കൊണ്ടും മോദിയുടെ വികസന പ്രവർത്തനങ്ങളെ പൊഴുത്തിക്കൊണ്ടും ശശി തരൂർ വന്നിട്ടുണ്ട്. ആ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ശശി തരൂർ മോദി ആരാധകനായി മാറിയിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തെ നോക്കിക്കൊണ്ടുകൊണ്ടാണ് പ്രീത ചേച്ചി അത്തരത്തിൽ, അതായത് BJP-യിലേക്ക് പോകാനുള്ള ഒരു വാതിൽ മനസ്സിൽ തുറന്നിട്ടുകൊണ്ടാണ് ശശി തരൂർ ഇരിക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ പോയിന്റിന്റെ പ്രസക്തി. നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് പറയുന്നത് ലോകം അറിയാവുന്ന നേതാവായതുകൊണ്ട്, ലോകം അറിയുന്ന ആളായതുകൊണ്ടാണ്. പക്ഷെ ആ ആളെ കോൺഗ്രസ് BJP നേതാവായ നരേന്ദ്രമോദി അല്ല പോഴ്ത്തുന്നത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ആളെയാണ് അദ്ദേഹം പോഴ്ത്തുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ പലരും നമ്മൾ ആൾക്കാരുമായി മിങ്കിൾ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നത്, ശശി തരൂരിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് UDF അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ ചിലപ്പോൾ UDF-ന് കേരളം പിടിക്കാൻ പറ്റും എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശശി തരൂരിനെ ഈ സംസ്ഥാന നേതൃത്വം ഏൽപ്പിക്കാൻ ഈ UDF തയ്യാറാവോ? ശശി തരൂർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ആളാണ്. അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളെ പറ്റി അദ്ദേഹം എന്തായിരുന്നു നമുക്കറിയാം. സാധാരണക്കാരായ ജനങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് 10-15 വർഷമായിട്ടുള്ളൂ. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ജനം അറിയുന്നവനാ, ആളുകൾക്കിടയിൽ ഇറങ്ങി നടക്കുന്നവനായിരിക്കണം. അത് ശശി തരൂരിനെ കൊണ്ട് പറ്റില്ല. ശശി തരൂർ ജനകീയനാണ്. പക്ഷേ ജനകീയനാകുന്നത് കോൺഗ്രസിന്റെ പിൻബലത്തോടു കൂടിയാണ്. ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ജനകീയതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇരിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു റെസിഡൻസ് അസോസിയേഷന്റെ യോഗത്തിൽ പോലും പങ്കെടുത്ത് ജനങ്ങളോട് വളരെ ഇഴുകിച്ചേർന്ന് ഇടപെടുന്ന ഒരാളാണ്. റെസിഡന്റ് അസോസിയേഷന്റെ കൊച്ചമ്മമാരും അണ്ണന്മാരും താമസിക്കുന്നിടത്ത് മാത്രമേ അത് പറ്റൂ. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സാധാരണക്കാരുടെ വേദന അറിയണമെങ്കിൽ അത് കുഞ്ഞുനാൾ മുതൽ KSU രാഷ്ട്രീയ, കോൺഗ്രസിന്റെ കാര്യം പറയുന്നത്, KSU രാഷ്ട്രീയത്തിലൂടെ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ ഒക്കെ വന്ന് സാധാരണക്കാർക്ക് അടിയുടെ സുഖം അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? പ്രീതാമ്മ അടിയുടെ സുഖം അറിഞ്ഞിട്ടുണ്ടോ? അടിയുടെ സുഖം അറിയണമെന്നില്ല. ശശി തരൂർ അറിഞ്ഞിട്ടില്ല. അടിയുടെ സുഖം അറിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ഉണ്ട്. അടിത്തട്ടിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി, അണികൾക്ക് വേണ്ടി പ്രവർത്തിച്ച് പോലീസിന്റെ കയ്യിൽ നിന്ന് അടിയും ഇടിയും ചോര ഒഴുകി ജയിലിൽ ദിവസങ്ങളോടെ കിടന്ന കോൺഗ്രസ് നേതാക്കൾ BJP-ക്ക് വേണ്ടി അടികൊണ്ട ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് തൂക്കി ഇറക്കിയ സ്ഥാനാർത്ഥികളെ BJP സംബന്ധിച്ചിടത്തോളം BJP വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ. നമ്മുടെ മുകേഷ് CPM SFI ചേർന്ന് അടികൊണ്ടിട്ടുള്ള ആളാണോ? അല്ലല്ലോ. പിന്നെ അദ്ദേഹം എങ്ങനെ അവിടെ വന്നു? സ്ഥാനാർത്ഥിയാണോ?
അയാള് വെറും MLA ആണ്. MLA MP ആയിട്ട് ഉയർത്തിക്കൊണ്ടുപോയി. ബിജെപിക്ക് വേണ്ടി അടികൊണ്ട ആള് തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന കെ സുരേന്ദ്രൻ. ഓക്കെ, അപ്പൊ ഇലക്ഷൻ രാഷ്ട്രീയം വേറെ. പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ശശി തരൂർ ബിജെപിയിലേക്ക് പോവോ ഇല്ല എന്നുള്ളതാണ്. ശശി തരൂർ ബിജെപിയിലേക്ക് പോകില്ല. ആയിക്കോട്ടെ, എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം കാലങ്ങളെ ആരോപിക്കുന്നത് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവർക്കും ചേക്കേറാൻ ഒരു സേഫ് പ്ലേസ് BJP ആണ് എന്ന് ഇവരെല്ലാം പറയാതെ പറഞ്ഞു വെക്കുക. കമ്മ്യൂണിസ്റ്റുകാർ EP ജയരാജൻ പോകാതെ നോക്കിയാൽ മതി. എനിക്കതേ പറയാനുള്ള അവസാനം. എന്തായാലും ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ശശി തരൂരിന്റെ വാ തുറക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ശശി തരൂർ പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ശശി തരൂരാണ്. അതിൽ കോൺഗ്രസിന് ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാധ്യമങ്ങളെ അറിയിക്കേണ്ട ഒരു കടമ ശശി തരൂരിനുണ്ട്. ശശി തരൂർ പോയാലും കോൺഗ്രസിന് ഒന്നും സംഭവിക്കില്ല. അതെ, ഒരു ശശി തരൂർ പോയെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഇവിടെ നിലംപതിക്കാനോ ഇല്ലായ്മ ആകാനോ പോകുന്നില്ല. ഒരു ശശി തരൂർ ചെന്ന് കയറിയെന്നും പറഞ്ഞ് BJPക്ക് ഇവിടെ വലിയ വളർച്ച ഉണ്ടാകാനും പോകുന്നില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം.